സമര ഉദ്ദേശം എന്താണെന്ന് കേരളത്തിലെ സംഘടനകൾക്കോ സംഘടനാ നേതാക്കൾക്കോ അറിയത്തില്ല. പക്ഷെ വണ്ടിയില്ല, വള്ളമില്ലാത്ത കുറെ തെണ്ടികള്. പിന്നെ സംസാരിക്കുന്നതിന്റെ കാര്യം, ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ തോമസിന് എത്ര ബസ്സുണ്ട്? വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഗവൺമെന്റാണ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ പഠനത്തിന് സൗകര്യം. ഈ ബസ്സില്ലെങ്കിൽ ഇപ്പം സ്കൂളിൽ എത്താൻ പറ്റില്ല. അപ്പം നമ്മുടെ എസ് കുറച്ചിട്ട് ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. നമസ്കാരം, ഞാൻ അനൂപ് ചന്ദ്രൻ. ഇന്ന് നമ്മുടെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയായിരുന്നു, മിന്നൽ പണിമുടക്ക്. പക്ഷെ എൻ്റെ സർവീസുകളെല്ലാം തന്നെ, അനന്തപുരിയുടെ സർവീസുകളെല്ലാം തന്നെ സർവീസ് നടത്തിയായിരുന്നു. ഇത് ആരുടെത്തും ഉള്ളൊരു വെല്ലുവിളിയല്ല. എങ്ങനെയാണ് ജനങ്ങളും കുട്ടികളും ഈ സമരത്തിനെ നോക്കിക്കാണുന്നത്? ഇത് വേറെ സംഘടനക്കാർക്ക് ഇത് എന്തിനാണ് സമരം ചെയ്യുന്നത്, എന്താണ് സമര ഉദ്ദേശം എന്താണെന്ന് കേരളത്തിലെ സംഘടനകൾക്കോ സംഘടനാ നേതാക്കൾക്കോ അറിയത്തില്ല. പക്ഷേ ഇതിൽ ബലിയാടാകുന്നത് എന്നെപ്പോലുള്ള പാവപ്പെട്ട ബസ് ഓണർമാരാണ്. കുറേ ഓണർമാരാണ് ഇതിൽ പെടുന്നത്. ബസ് സംഘടനാ നേതാക്കൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം മിക്ക സംഘടനാ നേതാക്കൾക്കും സ്വന്തമായി ബസ് ഇല്ലാത്തവരാണ് ഇന്ന് കേരളത്തിലെ പ്രൈവറ്റ് ബസ് സംഘടനകളിൽ ഉള്ളത്. റോബിൻ ഗിരീഷിന്റെ ഓഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കാര്യം മനസ്സിലാവും. ആദ്യം ഈ പ്രസ്ഥാനം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കട്ടെ. ഇപ്പൊ വിദ്യാർത്ഥികളുടെ കൺസെഷൻ പറഞ്ഞ് സമരം ചെയ്യുന്നു എന്ന് പറയുന്നത്, ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഒറ്റ ദിവസം ഈ ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന തീരുന്ന വിഷയമേ ഇവിടെ ഉള്ളൂ. പക്ഷെ അത് ചിന്തിക്കണമെങ്കിൽ ആദ്യം വിവരവും വിദ്യാഭ്യാസവും ഇല്ലെങ്കിൽ യുക്തിപരമായും ഒക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ തലപ്പത്ത് വരണം. അല്ലാതെ വണ്ടിയില്ല, വള്ളമില്ലാത്ത കുറേ തെണ്ടികൾ മോളിൽ കയറിയിരുന്ന് ഭരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ തോമസിന് എത്ര ബസ്സുണ്ട്? നിങ്ങൾക്കറിയാൻ മേലെ ഒരു കാര്യം ഓർത്തു. ഞാൻ ഇനിയിപ്പോൾ ചോദ്യോത്തരമൊന്നും വെക്കുന്നില്ല. പുള്ളിക്ക് ബസ്സില്ല. പിന്നെ സംസാരിക്കുന്നതിൻ്റെ കാര്യം, എന്തായാലും കൊറോണ കാലത്ത് കാണുമ്പോൾ പുള്ളിക്കൊരു ബസ്സുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നതാണ്. പിന്നെ വേറെ ആൾക്കാർ പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. പിന്നെ ഉള്ളത് ലോറൻസ് ബാബു, ബസ്സൊന്നും ഉള്ളതായിട്ട് നമ്മുടെ അറിവിലില്ല. ഇത് കൂട്ട് കുറേ ഇത്തിക്കണ്ണികൾ ആണ് ഇതിൻ്റെ മുകളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോരുത്തരെയും എടുത്ത് ഞാൻ പറയുന്നില്ല, ഇത്രയും പെട്ടെന്ന് പറയാമെന്നങ്ങ് പറയാം. ഇതൊന്നും അല്ലാതെ ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഈ വിദ്യാർത്ഥികളുടെ പൈസ കൂട്ടണമെന്ന് പറയുന്നൊന്നും അല്ല ഈ പ്രസ്ഥാനം നന്നാകാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പം തന്നെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. അപ്പം ഈ ശുഷ്കിച്ച ചിന്താഗതി വെച്ചുകൊണ്ട് ഇത് നന്നാക്കാൻ നോക്കുന്നത് അവർ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു വേഷം കെട്ട് മാത്രമാണ്. തൻ്റെ അടുത്തോടെ ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആരാണെങ്കിലും നിങ്ങളൊരു ചെറിയൊരു സംവാദം ഒന്ന് സംഘടിപ്പിക്കുക. ഞാനും മറുവശത്തിരിക്കാം. എന്നിട്ട് നമുക്കിതിന് തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചാൽ ജോലി കിട്ടും. പക്ഷെങ്കിൽ ഏത് കോഴ്സ് ചെയ്യുമ്പോഴും ഓഫ്കോഴ്സ് അതിന്റെ ഫീസാണ് വിഷയം. മദർ തെരേസയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. 100% സ്കോളർഷിപ്പിലൂടെ നഴ്സിംഗ് അടക്കമുള്ള മെഡിക്കൽ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം. മദർ തെരേസ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രിവാൻഡ്രം.